അസ്സലാമു അലൈക്കും. നോമ്പ് ലാസ്റ്റിലത്തെ നോമ്പ് അതിനെ കൊണ്ട് കുട്ടികൾ പറഞ്ഞു പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാം ഉമ്മ എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ ടൗണിലുള്ള ചുങ്കത്തുള്ള മാഹി ചുങ്കത്തുള്ള നല്ലൊരു ഷവർമൻ്റെ ഒരു ഷോപ്പുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ ഷവർമ. ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഷവർമ കഴിക്കുന്നതാണ് ഫസ്റ്റ്. നിബൂസ് ഇനി പിന്നെ ഓൾറെഡി നോമ്പില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്ക് ആദ്യം ഷവർമ കൊടുത്ത് ഫസ്റ്റിലേ അവൾ ഒരു അനാറ് ജ്യൂസ് കുടിച്ചതിനെ കൊണ്ട് അവൾക്ക് ജ്യൂസ് കുടിച്ചതിനെ കൊണ്ട് അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തിട്ടോ. നമ്മളെല്ലാം നോമ്പ് തുറക്കുന്നതാണ്. ഈത്തപ്പഴമൊന്നും കിട്ടിയിട്ടില്ല, പച്ചവെള്ളം കിട്ടി, അതുകൊണ്ട് നോമ്പ് തുറന്നു. പിന്നെ ഒരു ഷവർമ, പിന്നെ അനാറ് ജ്യൂസ്, റോളാണ് വാങ്ങിയത് കേട്ടോ. ഷവർമൻ്റെ റോളാണ്. ഇന്ന് ബീഫില്ല, ബീഫാണ് ഇവിടെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇന്ന് ചിക്കനാണ് കിട്ടിയത്. അപ്പം ചിക്കനും കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയും. എൻ്റെ ഫേവറേറ്റാണ് ഇവിടുത്തെ ബീഫിൻ്റെ ഷവർമ. ഭയങ്കര ടേസ്റ്റ്, എടുത്ത് പറയാനില്ല. എന്താ ടേസ്റ്റ് എന്നറിയട്ടെ. അതിനകത്ത് മോള് കളിക്കുന്ന കളി നോക്കിയാൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി അടുത്തത് ഇവർക്ക് പൊട്ടാസ് വേണം പോലും. പൊട്ടാസ് മീൻസ് പടക്കങ്ങൾ. 2 വർഷമായി ഒരേ പറയുന്ന എന്നോട് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇതിൻ്റെ നേരെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ആ പീടികയും കാണുന്നത്. അപ്പം നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടോ. കുറച്ചാ വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ടേനു. അവിടെയും ഒന്ന് കയറി. മൈജിയിലാണ്, മാഹിയിലുള്ള മൈജിയിലാണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെയും ഒന്ന് കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബീഫ് ബിരിയാണി ആക്കണം പെരുന്നാക്കെന്ന് വിചാരിച്ചിട്ട് ബീഫ് കാര്യങ്ങളെല്ലാം അരി സാധനങ്ങളെല്ലാം വാങ്ങി ഇവിടെ വന്ന് ഇതാ പൂത്തിരി, കമ്പിത്തിരി ഇതെല്ലാം കത്തിച്ച് ഇവരിങ്ങനെ തീർക്കുന്നതാണ്. അപ്പം നമ്മൾ ചുങ്കത്തുള്ള സമയത്താണ് തക്ബീർ കൊടുക്കുന്നത്. അപ്പോൾ അതാ വീട്ടിലിരിക്കുമ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴും തക്ബീർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് കേട്ടോ. പിന്നെന്താ പറയുക, അങ്ങനെ നമ്മുടെ പറഞ്ഞു അല്ലേ. അങ്ങനെ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, എല്ലാവർക്കും നല്ല പെരുന്നാൾ ആശംസിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും. നാളത്തെ ഇനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും തിരക്ക് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫിത്തറിൻ്റെ അരി കൊടുത്തിട്ടില്ല കേട്ടോ. അരിയൊന്നും പേക്കാക്കിയിട്ടില്ല. അരിയെല്ലാം പേക്കാക്കിയിട്ട് കൊടുത്തു വിടണം വീടുകളിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കേ, ഇതാദ്യമായിട്ടാണ്. ഈദ് മുബാറക് എല്ലാവർക്കും. എന്റെയും കുടുംബത്തിന്റെയും ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ.